ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് ഞാൻ എഗ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് പോകുന്നതിനു മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എഗ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് 2.5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് സവാള ചെറുതായി ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ആഡ് ചെയ്യാം. നമുക്കിനി 2 തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഏകദേശം വെവായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം. നമ്മുടെ എഗ് റോസ്റ്റിലേക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. പുഴുങ്ങിയെടുത്ത മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എഗ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.